കോഴിക്കോട് ബാലുശ്ശേരി തലയാട് മലയോര ഹൈവേയിൽ ഗതാഗതം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 26-ാം മൈലിൽ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യൽ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കനത്ത മഴയിൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാനാവാതെ ദുരിതത്തിലാണ് നാട്ടുകാർ. ബാലുശ്ശേരി തലയാട് മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26-ാം മൈലിൽ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഇതോടെ കക്കയം, കരിയാത്തുംപാറ, കൂരാച്ചുണ്ട്, കക്കയം ഡാം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണുനീക്കൽ പ്രവർത്തനം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26-ാം മൈൽ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞതുകൊണ്ട് കക്കയം, കരിയാത്തമ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡ്, പ്രധാനപ്പെട്ട റോഡ് മണ്ണിടിച്ചിൽ മൂലം തടസ്സപ്പെട്ടാണ്. 3 ഉണ്ടെങ്കിലും ഇവിടെ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് വളരെ പതുക്കനെയാണ് മണ്ണ് മാറ്റാൻ കഴിയുന്നത്. നിരവധി പ്രദേശത്തെ വണ്ടികളും ഈ പ്രദേശത്തേക്ക് പോകുന്ന വീട്ടുകാരും ഏറ്റവും പ്രയാസത്തിലാണ്. എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ അഭിപ്രായം. മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 26-ാം മൈലിൽ ശക്തമായ മണ്ണിടിച്ചിൽ തുടരുകയാണ്. 4-5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയാണ് മണ്ണിടിച്ചിലുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അങ്ങാടിയിൽ പോകാനോ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ മണ്ണ് മാറ്റി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് 2 ദിവസം കൂടി വേണ്ടിവരും മണ്ണെടുത്ത് ഒഴിവാക്കാൻ എന്നാണ് അധികാരികൾ പറഞ്ഞത്. എന്നാൽ ഈ പ്രദേശത്ത് റോഡ് ഗതാഗതം പൂർണ്ണമായി നിലച്ചതോടെ നിരവധി കുടുംബങ്ങളാണ് പ്രയാസത്തിലായത്. ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർ ഗൗരവത്തിലെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെ വീടിന് പുറത്തിറങ്ങാനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.